ഇന്ന് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു തന്തൂരി ഗോബി. ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നല്ല ടേസ്റ്റിൽ കോളിഫ്ലവർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയം വേണ്ട കേട്ടോ, 2 മിനിറ്റ് തന്നെ മതിയാകും, അല്ലെങ്കിൽ വെന്തിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ആയി പോകും. 2 മിനിറ്റ് തിളച്ച് കഴിയുന്ന സമയത്ത് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ലോണം ഒന്ന് ചൂട് പോയിക്കോട്ടെ. അടുത്തത് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തത് ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ തന്തൂരി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ വീട്ടിലുള്ള നമ്മൾ ഗരം മസാല കാര്യങ്ങൾ ചേർത്ത് പൊടിച്ചെടുക്കുന്നത് തന്നെയാണ്. ഇത് ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് മൊത്തത്തിൽ വേണ്ട ഒരു 1.5 ടീസ്പൂൺ മതിയാകും. ബാക്കിയുള്ളത് നമുക്ക് ചിക്കൻ തന്തൂരി ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തന്തൂരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കുക. ചാറ്റ് മസാല ഒരുപാട് വേണ്ട കേട്ടോ, കാരണം ഇതിന് കുറച്ചൊരു പുളി ഉണ്ടാകും. അപ്പോൾ അത് ഉണ്ടെങ്കിലും മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മൾ അയമോദകം ഉണ്ടല്ലോ, അതും ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചെടുത്തത്. ഇത്രയും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈരിനൊക്കെ പുളി കുറവുള്ള തൈരാണെങ്കിൽ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നോക്കിയിട്ട് മതി കേട്ടോ. നമ്മളിപ്പോൾ ചാറ്റ് മസാല ഇട്ടതുകൊണ്ട് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നില്ല. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്തിട്ട് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. മസാല എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നോട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് അത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മൾ സാധാരണ കോളിഫ്ലവറൊക്കെ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലല്ല. ഇത് ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് നല്ലോണം വെന്തിട്ട് ആ ഒരു ഫ്രൈ ആയി വരുന്ന ടേസ്റ്റ്, തന്തൂരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു ഉണക്കമുളക് ചതച്ചതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ചെറിയ തീയിലിട്ടിട്ട് 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. തീ പെട്ടെന്ന് കൂട്ടി വെക്കരുത് കേട്ടോ, കളറ് മാറുകയും ചെയ്യും, ഉള്ളിൽ വേവാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്, കാരണം ഒരുപാട് ഓയിലില്ലല്ലോ. കുറച്ചൊന്ന് റെഡി ആവുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ഒരു 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ബാക്കി ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം നമ്മൾ കോളിഫ്ലവർ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണല്ലോ. അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കളറൊക്കെ മാറാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനായിട്ട് കേട്ടോ. നമ്മൾ തന്തൂരി ചിക്കനൊക്കെ ആവുന്ന പോലെ തന്നെ കുറച്ചൊന്ന് കളർ മാറി വരട്ടെ. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ക്യാപ്സിക്കോ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ആ ഒരു ടേസ്റ്റിൽ കൂടെ കഴിക്കാം. ഇപ്പോൾ ആ ഒരു ബട്ടറൊക്കെ മൊത്തത്തിൽ ഇതിലേക്ക് പിടിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതിയാകും. ഇനി കുറച്ചുകൂടെ നല്ലോണം കളർ മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു തന്തൂരി ഫ്ലേവർ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ പാത്രം നടുവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് ചാർക്കോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു 2 തുള്ളി ഓയിൽ ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പുക വരുമല്ലോ, അതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ തന്തൂരി ഗോബി കഴിക്കുമല്ലോ, കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടും. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഗോബി 65 ഉണ്ടാക്കുന്ന അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഗോബി മഞ്ചൂരിയൻ്റെ ഒക്കെ വേണ്ടി ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. ഒരുപാട് ഓയിലൊന്നും പറ്റാത്ത ആളുകൾക്ക് ഒരു തന്തൂരി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി അതാണ്.
ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് സൈഡായിട്ട് കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ പുലാവിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. വെജിറ്റബിൾ പുലാവും ഈ ഒരു തന്തൂരി ഗോപിയും നല്ല കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റാണ്. ആ ഒരു റൈസും പിന്നെ കുറച്ച് റൈത്ത നമ്മൾ തൈര് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചർലാസും പിന്നെ ഈ ഒരു ഗോപിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. Thank you.